മലയാളം പാട്ടുപുസ്തകത്തിലെ 3ാമത്തെ പാട്ട് പാടി നമുക്ക് ആരാധന ആരംഭിക്കാം. സോങ് നമ്പർ 3 ഫ്രം മലയാളം സോങ് ബുക്ക്. യേശുവിൻ്റെ തിരുനാമത്തിൽ. യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിൽ സ്തുതി സ്തോത്രമേ. വാനിലും ഭൂമിയിലും മേലായ നാമം വന്ദിത വല്ലഭനാമമത്. വാനിലും ഭൂമിയിലും മേലായ നാമം വന്ദിത വല്ലഭനാമമത്. ദൂതവാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതവാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നും സ്തുതി സ്തോത്രമേ. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നോരു നാമമത്. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നോരു നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നും സ്തുതി സ്തോത്രമേ. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവ നാമമത്. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവ നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നും സ്തുതി സ്തോത്രമേ. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. ഭയമുറ്റുമകറ്റിടും നാമമത്. ഭയമുറ്റുമകറ്റിടും നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നും സ്തുതി സ്തോത്രമേ. Shall we sing English hymn number 26, Crowned with Many Crowns? Hymn number 26.
with many crowns, the Lamb upon his throne. Around the heavenly anthem, drums all music but its song. Awake my soul and sing of him who died for thee, and hail him as thy matchless King through all eternity. Crown him the Lord of love, behold his hands and side, rich wounds yet visible above, in beauty glorified. No angel in the sky can fully bear that sight, but downward bends his burning eyes, and mystery so bright. Crown in the Lord of life, who triumphed o'er the grave, and rose victorious in the strife for those he came to save. His glories now we sing, who died and rose on high, who died eternal life to bring, and lives that death may die. Crown him the Lord of years, the potentate of time, creator of the rolling spheres, the heavenly sublime. All hail, Redeemer, hail, for thou hast died for me. Thy praise shall never, never fail throughout eternity. See the Hindi song 99 from the Hindi song. Song number 99 from the Hindi song. Aunga main tere hi Yeshu tu hai mahan, tera hi naam mere Masih deta hu subah aur shaam. Aunga main tere hi Yeshu tu hai mahan, tera hi naam mere Masih deta hu subah aur shaam. जब मैं गुनाहों में पड़ गया, तेरे प्रेम से मैं जुड़ा, तेरे संग बुलाने के लायक
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of the Lord be glorified. വീണ്ടും ഒരിക്കൽ കൂടി തിരുസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിപ്പാനുമുള്ള മുഖാന്തരം ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to thank God this morning for giving us one more opportunity to come into His presence to worship. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ നടത്തി പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുവാനായി കടന്നു വരുവാൻ ദൈവം ഒരിക്കൽ കൂടി തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. I want to thank God once again for keeping us and preserving us in the last 1 week and drawing us to His presence this Sunday morning to worship. കഴിഞ്ഞ ആഴ്ച അല്പമായ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. ഇന്ന് ആരോഗ്യത്തോടുകൂടി നിങ്ങളോട് പാടിപ്പാൻ ദൈവം തന്ന കൃപയോർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. Last week I could not attend the worship as I was a little unwell, but I thank God for giving me grace and health good enough to be here to worship. നിരവധി അനിഷ്ട സംഭവങ്ങൾ നിറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. We know that we live in a world where a lot of things are happening. എന്നാൽ അതിൽ നിന്നുമെല്ലാം നമ്മെ വിടുവിച്ച് ദൈവം നമ്മെ വീണ്ടും അവനെ ആരാധിപ്പാനായി അവൻ്റെ സന്നിധിയിൽ കൂട്ടിവരുത്തിയ അവൻ്റെ കരുതലിനെ ഓർത്ത് നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. But we can thank God for that He has preserved us, He has protected us, and He has drawn us once again this morning into His presence to worship. ആരാധനയ്ക്ക് സഹായകരമായ ഒരു സങ്കീർത്തന ഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. I want to read a psalm this morning for our worship. Psalm 117 117 സങ്കീർത്തനം. Read Psalm 117. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കും ഉള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. Psalm 117. Praise the Lord, all you Gentiles. Laud Him, all you peoples, for His merciful kindness is great toward us, and the truth of the Lord endures forever. Praise the Lord. സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ചെറിയ ഒരു അധ്യായമായിട്ടാണ് ഇതിരിക്കുന്നത്. This is the shortest psalm. ഏറ്റവും ചെറുതെങ്കിലും വളരെ അധികം ആഴമേറിയ ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു അധ്യായമായിട്ടാണ് ഇതിരിക്കുന്നത്. Even though it's a short psalm, there are depths of thought in this psalm. ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ആഹ്വാനം നടത്തുന്ന
നിരവധി സങ്കീർത്തനങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. We see a lot of psalm that exhorts people of God to come and worship Him. ഈ സങ്കീർത്തനം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിലും ദൈവത്തെ പുകഴ്ത്തി സ്തുതിക്കുന്നതിനുള്ള ആഹ്വാനം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. And if you look at this psalm is also exhorting people of God to come and praise the Lord. കേവലം 2 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും അവിടുത്തെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന യഹോവയെ പുകഴ്ത്തുവിൻ എന്നുള്ള ആഹ്വാനമാണ്. There are only 2 verses in this psalm, and the verse 1 starts with the call to praise the Lord. നാം വായിക്കുന്ന സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ എന്നാണ്. And this psalmist is exhorting all the Gentiles to come and praise the Lord. സകല ജാതികളും എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും ഉൾപ്പെടുന്നു, അതിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. And when the psalmist is mentioning Gentiles here, everyone is included in that phrase. എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, ഇന്ന് അനേക ആയിരങ്ങൾക്ക് ഈ ദൈവത്തെ അറിയാതെ അല്ലെങ്കിൽ യഹോവയെ അറിയാതെ അവനെ ആരാധിക്കാൻ കഴിയാതെ ഉള്ള അനേകരാണ് നമുക്ക് ചുറ്റും ഉള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. But the sorrowful thing this morning is to remember that we live in the midst of a people where majority of the people do not know the Lord. ഒരുപക്ഷെ അതിനുള്ള കാരണം യഹോവയെപ്പറ്റി അവർക്ക് അറിയാത്തതാകാം, യഹോവയെക്കുറിച്ച് അവർക്ക് അറിവില്ലാത്തതാകാം എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. And we can think that the reason they are unable to praise the Lord is because they do not have the knowledge of the living God. എന്നാൽ ദൈവത്തെ അറിഞ്ഞവരായ നാം അവനെ എത്രമാത്രം സ്തുതിക്കണം എന്നുള്ളതും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. But it is also a very important thing to remind ourselves, we who know our Lord, we who know the living God, how much more important it is for to come and praise Him. എന്നാൽ പലപ്പോഴും ദൈവത്തെ അറിഞ്ഞവരായ നാം അതിന് മുൻഗണന കൊടുക്കാതെ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതും ദുഃഖകരമായ ഒരു വസ്തുതയാണ്. But it is also a sorrowful thing to remember that many who have professed their knowledge of the God backslide and often do not come and praise Him. ദൈവത്തെ ആരാധിക്കുന്നതിന് നാം ഇങ്ങനെ കടന്നു വരുന്നത് ദൈവത്തിന് സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്ന് നാം ചിന്തിക്കാറുണ്ട്. And we often remember that when His people gather in this manner together to praise the Lord, it is something that pleases the heart of the Lord. അത് ദൈവത്തിന് ഒരു സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു എന്നുള്ള ചിന്തയിൽ നാം പലപ്പോഴായി പോകാറുണ്ട്. And sometimes we tend to think that we coming together to praise the Lord is something that brings joy to the heart of the Lord. തീർച്ചയായും യാതൊരു സംശയമില്ലാത്ത ദൈവത്തിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. There is no doubt that it indeed brings joy to the heart of the Lord. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങൾക്ക് നന്ദി പറയുന്നതിനാണല്ലോ നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. And this morning even we have come together to come and remember and render praise for what He has done for us in our എന്നാൽ lives. നാം ഇങ്ങനെ കടന്നു വരുന്നത് മൂലം നാം ദൈവത്തിനൊരു ഫേവർ ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് തെറ്റായ ഒരു ചിന്തയാണ്. But it would be wrong to think that us coming together in this manner, we are in any form doing a favor unto the Lord. അത്തരത്തിലൊരു ഔദാര്യം ദൈവത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. God does not desire that. Neither he wants that kind of a favor from His people. തീർച്ചയായും ദൈവം നമ്മുടെ നന്ദി വാക്കുകൾ, സ്തുതി, സ്തോത്രം, ആരാധനകളെല്ലാം അർഹിക്കുന്ന ഒരാളാണ്. He indeed is worthy of all our praises and our words of adoration and worship. നാം ഇപ്പോൾ വായിച്ച സങ്കീർത്തന ഭാഗം തന്നെ നമുക്കത് വ്യക്തമാക്കി തരുകയും ചെയ്യുന്നുണ്ട്. And it is very amply clear in the psalm that we read this morning. രണ്ടാം വാക്യം, നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കും ഉള്ളത്. Verse 2, for His merciful kindness is great toward us, and the truth of the Lord endures forever. നമ്മുടെ ദൈവം ദയാലുവാണ്. Our God is a merciful God. വിശ്വസ്തനാണ്. He is a truthful God. നമ്മോട് വിശ്വസ്തത കാണിച്ചവനാണ്. He is the one who has shown truth to us. നമ്മോട് കരുണ കാണിച്ചവനാണ്. He has showed His mercy towards us. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാം അവനെ ആരാധിക്കണം, സ്തുതിക്കണം എന്നുള്ളത് നിസ്തർക്കമായ ഒരു സംഗതിയാണ്. And because of all that He has done for us, it is important for us to praise and worship. അതെ, നമ്മുടെ ദൈവം വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് എന്ന് നമുക്ക് നന്നായി അറിയാം. We know for sure that our God is a faithful God, and He never changes. നാം ഇന്ന് വിശ്വസിക്കുന്ന അവനിൽ മാത്രമാണ്. And we only trust and believe in Him. നമ്മോട് കാട്ടിയ കരുണയ്ക്ക്, വിശ്വസ്തതയ്ക്ക് നന്ദി അർപ്പിക്കുവാൻ ദൈവം നമ്മെ കൂട്ടിവരുത്തി കൃപയോർത്ത് വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. We can praise God once again for the mercy that He has shown towards us and His faithfulness towards us. ദൈവവചനോടനീളം പരിശോധിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള നിരവധി ആഹ്വാനങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്നതിനും പുകഴ്ത്തുന്നതിനുള്ള ആഹ്വാനങ്ങൾ നിരവധി തിരുവചനത്തിൽ നമുക്ക് കാണാം. And you will see many such exhortation in the Word of God concerning His people to come and worship. ഇപ്പോൾ നാം വായിച്ച ചെറിയ അധ്യായത്തിൽ പോലും അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. And even the short psalm that we read this morning, it is very clear. ഇവിടെ നാം വായിച്ചത് ദൈവത്തെ പുകഴ്ത്തുവിൻ എന്നാണ്. It says, Lord Him, all you people. പുകഴ്ത്തുക എന്ന വാക്ക് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കായി മാറിയിരിക്കുകയാണ്. And sometimes this word is misunderstood.
പലപ്പോഴും മറ്റുള്ള ഒരാളെ പുകഴ്ത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല നന്മകളെക്കുറിച്ച് പ്രകീർത്തിച്ച ഉയർത്തി പറയുന്നത് ആണ് പുകഴ്ത്തൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The meaning of that word Lord is to say good about someone or sing praises about someone. എന്നാൽ അത്തരത്തിലുള്ളൊരു പുകഴ്ത്തൽ നമ്മുടെ ദൈവത്തിന് ആവശ്യമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. But we need to understand that God does not intend that kind of a Lord or a praise from his people. അതെ, അത്തരത്തിലുള്ളൊരു പുകഴ്ത്തലല്ല ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. It is not that kind of a praise or a Lord that God expects from his people. മറിച്ച് അവൻ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മുടെ ജീവനോട് കാട്ടിയ കരുണയ്ക്ക് നന്ദി പറയുക എന്നുള്ള ആ സ്തുതി പുകഴ്ത്തലാണ് ദൈവം നമ്മിൽ നിന്നും But the kind of praise in the Lord that he desires is something that comes out of the knowledge of God's mercy and his kindness towards his people. അത് നമ്മുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒന്നായിരിക്കണം എന്ന് നാം ശ്രദ്ധിക്കണം. And that kind of praise in Lord should come from the depths of our heart when we ponder upon what God's mercy and his kindness. അതെ, അത്തരത്തിലൊരു സ്തുതിയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. And it is that kind of praise and worship in Lord is what God expects and desires from his people this morning. നമുക്ക് ഈ ദൈവത്തെ നമ്മുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് വരുന്ന സ്തുതി സ്തോത്രങ്ങളാൽ വന്ദിക്കാം, ആരാധിക്കാം, സ്തുതി അർപ്പിക്കാം. May we this morning offer the sincerest of the depths of our heart our praises and worship. നമ്മെ നാശകരമായ കുഴിയിൽ നിന്ന് ഉയർത്തി ഇന്ന് സ്വർഗ്ഗസ്ഥലങ്ങളിൽ ആക്കിയിരിക്കുന്ന ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. He has rescued us from that pit of destruction and he has made us seated in the heavenly places. കാരണം അതുമാത്രമാണ് അവൻ ഇന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. Because that is the only thing that God desires from his people who have been saved. നാം ഓർത്തതുപോലെ നമ്മിൽ നിന്നും സ്തുതി സ്തോത്രങ്ങൾ അവൻ ആഗ്രഹിക്കുന്നു, നാം അത് അർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. It is also true that we who have been redeemed and saved by him are really indebted and it is a duty this morning to praise and worship our God. മറ്റൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ ദൈവം നമ്മെ ചേർക്കുവാനായി വീണ്ടും വരുമെന്നുള്ളൊരു പ്രത്യാശയെ അവശേഷിപ്പിച്ചാണ് കടന്നു പോയിരിക്കുന്നത്. And Lord went back to the heaven with the hope that he is going to come again soon. വാക്ക് മാറാത്തവനായ ദൈവം വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. And there is no changing in him, therefore we can trust that he will come to take us to be with him. നമ്മെ അവൻ ചേർത്ത് അവനോടൊപ്പം ആരാധിക്കുന്ന, നിത്യതയോളം ആരാധിക്കുന്ന ആ നല്ല സുഗുണത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് അവനെ ആരാധിക്കാം, സ്തുതിക്കാം, നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ അവൻ്റെ സന്നിധിയിൽ അർപ്പിക്കാം. And looking forward to the day when he'll come and take us to be with him for the eternity where we will worship him. Looking forward to that hope of that day. Let us this morning gather together to worship and praise him. വചനമായ ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എൻ്റെ പൊന്നുനാമം എന്നേക്കും വാഴ്ത്തപ്പെടമാറാകട്ടെ. May the great God help us to worship him in that manner this morning. May his name alone be glorified. ചിന്തകൾ പറയുന്ന സഹോദരന്മാർ ഓഡിയത്തിന് അടുത്തോട്ട് വന്നെന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. സൂമിലുള്ളവർക്ക് അത് കാണുന്നതിന് സഹായകരമാണ്. We guess all brothers who share the thoughts for exhortation will please come forward. ദേവസുതാ വന്ദനം സദാ തവ യേശുപരാ വന്ദനം. ദേവസുതാ വന്ദനം സദാ തവ യേശുപരാ വന്ദനം. നാശമകറ്റുവാൻ മനുജരൂപിയായി, നാശമകറ്റുവാൻ മനുജരൂപിയായി ഭൂമിയിൽ വന്നവനേ സദാ തവ, ഭൂമിയിൽ വന്നവനേ സദാ തവ ദേവസുതാ വന്ദനം സദാ തവ യേശുപരാ വന്ദനം. നീതിയിൻ തീയതിൽ വെന്തരിഞ്ഞിടുവാൻ, നീതിയിൻ തീയതിൽ വെന്തരിഞ്ഞിടുവാൻ ദേവൻ കൊടുത്ത സദാ തവ, ദേവൻ കൊടുത്ത സദാ തവ ദേവസുതാ വന്ദനം.
പരാവന്ദനം. സന്തോഷിപ്പിച്ച ഒരു വേദഭാവം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. Colossians chapter 2 verse 9. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. For in him dwelleth all the fullness of the Godhead bodily. ഈ കൊലോസ്യ ലേഖനം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാവമാണ് നാം ഇപ്പോൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ലേഖനം എഴുതുന്നത്. ദൈവത്തിന്റെ സർവ ഉന്നതിയെയും സർവസമ്പൂർണതയും തന്റെ ദൈവത്വത്തെയും തന്റെ ഡിവിനിറ്റിയും ഒരു പ്രാവശ്യം കൂടെ കൊലോസ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നത്. ഇപ്പോൾ വായിച്ച വാക്യം, അതിന്റെ 9-ാം വാക്യം, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. തന്റെ ദൈവത്വത്തെ ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയുന്ന ഒരു വേദഭാഗമാണിത്. ദൈവത്തിന്റെ സർവ്വസമ്പൂർണത എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എത്രത്തോളം ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല. അത് കേവലം ഒരു റിഫ്ലക്ഷൻ അല്ല, മറിച്ച് ദൈവം തന്നെയാണ് ആ ദേഹം എന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ഉള്ള ഒരു ദേഹരൂപം. എന്നാൽ ആരാധനയോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ നാം ഇപ്പോൾ പാടിയ പാട്ടിന്റെ 2-ാമത്തെ സ്റ്റാൻസ ഇങ്ങനെ പറയുന്നു: നീതിയും തീയതിൽ വെന്തെരിഞ്ഞിടുവാൻ ദേഹം കൊടുത്ത പരാസദാതമാണ്. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും വസിച്ചിരുന്ന ആ ദേഹം ഇന്ന് നമ്മെ വീണ്ടെടുപ്പാനായിട്ട് അവൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മെ എത്രത്തോളം വിലപ്പെട്ടവരായി അവൻ എണ്ണി എന്നുള്ളത് തന്റെ സന്നിധി വരുമ്പോൾ നമുക്ക് സ്തുതിക്കുവാൻ കാരണമായ ഒരു കാര്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. എന്റെ 10-ാം വാക്യവും, സകലത്തിലാക്കും സകലത്തിലും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞനാക്കുന്നത് യുക്തമായിരുന്നു. Verse 10, for it became him for whom all are all things and by whom are all things, in bringing many sons unto glory, to make the captain of their salvation perfect through sufferings. രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അതിന് കാരണമായി തീരുന്നത് 14-ാം വാക്യത്തിൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് ആ ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിച്ചിരുന്ന ആ ദേഹം നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാനും നമ്മൾക്ക് വേണ്ടി അടിക്കപ്പെടുവാനും നമുക്ക് വേണ്ടി ഒന്നുമില്ലാത്തവനായി തീരുവാനായിട്ട് വിദ്യയായിത്തീരുന്നു. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശിക്ഷാവിധി ഏൽപ്പിച്ച് നമ്മുടെ ശിക്ഷാവിധി മുഴുവനായും വഹിച്ച് നമ്മൾ ഏൽക്കേണ്ടുന്ന ശിക്ഷാവിധി അവൻ ആ ദേഹത്തിൽ അനുഭവിച്ചു തീർത്ത് നമ്മെ ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് താൻ എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, നമുക്ക് വേണ്ടി അടികളേറ്റ, നമ്മളെ സ്നേഹിച്ച, നമ്മളെ യോഗ്യരെന്ന് എണ്ണിയ ആ ദൈവത്തിന്റെ സകല സമ്പൂർണതയും സമ്പൂർണതയും ഉണ്ടായിരുന്ന ആ ദേഹം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിനെ നമുക്ക് ഓർക്കാം. തന്റെ വിലയേറിയ In connection to worship, I would like to read the same portion, Hebrews chapter 2, verse 9, 10, 11, and 12. Hebrews chapter 2, verse 9 to 12.
But we see Jesus, who was made a little lower than angels, for the suffering of death, crowned with glory and honor, that he by the grace of God should taste death for every man. For it became him for whom all things, and by whom are all things, in bringing many sons unto glory, to make the captain of their salvation perfect through sufferings. For both he that sanctified and they who are sanctified are all of one. For which cause he is not ashamed to call them brethren, saying, I will declare thy name unto my brethren. In the midst of the church will I sing praise unto thee. As we are in the presence of God, it's a very familiar portion. We do read, and of course we must have heard a lot of meditation from this portion. As we have already heard from Brother Ashish, verse 10 and also verse 14. We praise God, we adore God, we worship the Lord, because Jesus made himself lower than angels for the suffering of death. We worship the Lord, we praise God, because Jesus, he tasted death for every man. We praise God because he has become the captain of our salvation perfect through suffering. We praise God because Jesus is not ashamed to call ourselves as brethren. As Psalmist says in verse 12, saying, I will declare thy name unto my brethren. In the midst of the church will I sing praise unto thee. Jesus has become our elder brother. He suffered death on the cross of Calvary. He shed his blood to the last drop and saved us and called ourselves as his brethren. And that's why we do praise God. We worship the Lord today. And as Psalmist says, I will sing praise unto thee. Now, as we are in the presence of God, especially around this table, remembering what God has done for us, what Jesus has done for us. And he suffered death on the cross of Calvary. He shed his blood to the last drop for each one of us to be saved. And that's why we are praising God. And we praise God and we do say, Hallelujah, he is worthy to be praised. ഇന്ന് പൽക്കാലം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ സ്നേഹത്തെയാണ്. ഈ ഭാഗങ്ങളൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്ന 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുക. നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ച നമ്മുടെ കർത്താവ്, നമുക്ക് വേണ്ടി അല്പം താഴ്ന്നു വന്നവനായ നമ്മുടെ കർത്താവ്, എന്നാൽ അവൻ നമുക്ക് വേണ്ടി സകല മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ കാണുകയാണ്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ നമ്മുടെ കർത്താവ്, അതുമാത്രമല്ല അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാത്ത നമ്മുടെ കർത്താവ്. അതുകൊണ്ട് സങ്കീർത്തനങ്ങളോട് ചേർന്നതുപോലെ കാലം നമുക്ക് ദൈവത്തെ ഒരുമിച്ച് പാടുവാൻ കഴിയും, ഒരുമിച്ച് ആർക്കുവാൻ കഴിയും, ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തിയിരിപ്പിക്കാൻ കഴിയും, ഒരുമിച്ച് നമുക്ക് പാടുവാൻ കർത്താവെ അങ്ങ് സ്തുതിക്കും, സ്തോത്രത്തിനും ബലത്തിനും ബഹുമാനത്തിനും യോഗ്യനാണ്. അവിടെ ഇരിക്കുന്ന ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരുടെ കീർത്തിക്കും, സഭാമത്തി ഞാൻ നിന്നെ സ്തുതിക്കും. ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ, ദൈവകൃപയെ നമ്മൾ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ വർണ്ണിക്കുമ്പോൾ, ആ കർത്താവിന്റെ ശ്രേഷ്ഠതയെ ഒരുമിച്ച് നമ്മൾ പാടുമ്പോൾ, സംഗീതത്തിനേക്കാൾ നമുക്ക് ചേർന്ന് പാടുവാൻ കഴിയണം. കർത്താവെ ഞാൻ അങ്ങേ കീർത്തിക്കും. അതാണെന്ന് പലക്കാലം നമ്മൾ കേട്ടത്. ദൈവം സ്തുതിക്ക് യോഗ്യനായ കർത്താവാണ്. ആ കർത്താവിനെ സഭാമത്തി ഒരുമിച്ച് പാടുമ്പോൾ അതാണ് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന വലിയൊരു കൂട്ടത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ വ്യക്തമാക്കുന്നത് ഒരുമിച്ച് ദൈവത്തെ ആർക്കുന്ന ദൈവജനം, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനം, യോഗ്യനായ കുഞ്ഞാടിനെ ഒരുമിച്ച് പാടുന്ന ദൈവജനം. ഇന്ന് പൽക്കാലം നമുക്ക് പാടുവാൻ കഴിയണം. ഹല്ലേലൂയ, കർത്താവേ അങ്ങ് സ്തുതിക്ക് യോഗ്യനാണ്, കർത്താവേ അങ്ങ് സകല മഹിമയ്ക്ക് യോഗ്യനാണ്, കർത്താവേ അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയ അങ്ങയുടെ സ്നേഹത്തിനായിട്ട് ഞാൻ അങ്ങേ സ്തുതിക്കാം. ഇന്ന് പൽക്കാലം കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം. ആ തിരുനാമം ഇന്നേക്കും മഹത്വപ്പെടുത്താം.
worship, I want to read verses 1 to 7 from Psalm 95. Verses 1 to 7 from Psalm 95. It's a very familiar portion, a very familiar psalm that we often read in worship. I read first 7 verses of Psalm 95. O come, let us sing to the Lord. Let us shout joyfully to the rock of our salvation. Let us come before his presence with thanksgiving. Let us shout joyfully to him with psalms. For the Lord is the great God and the great King above all gods. In his hands are the deep places of the earth. The heights of the hills are his also. The sea is his, for he made it, and his hands formed the dry land. O come, let us worship and bow down. Let us kneel before the Lord our Maker. For he is our God, and we are the people of his pasture and the sheep of his hand. We do not see the name of the writer of the psalm, but in Hebrews chapter 4, verse 7, we see the writer of the Hebrews tells that it is David who wrote this psalm. The first 7 verses, you can see 3 things that stand out for us this morning. For the first 2 verses is the exhortation, just that we saw in the Psalms earlier that we read. An exhortation to the people of God to come and praise and worship the Lord. Look at the expressions that the psalmist uses. Look at the exuberance that we see in the first 2 verses concerning his exhortation to the people of God to worship him. Sing to the Lord, shout joyfully to the rock of our salvation. Come into his presence instantly, shout joyfully to him with psalm. Next 3 verses, he gives us specific reasons as to why the people of God ought to worship the Lord. It says, for he is a great God. He is a great King above all gods. He is not just a God, he is the great God. He is the only God of this universe. He is a great King above all gods. He is the highest God. He is the uncreated one. He is the Alpha and he is the Omega. He doesn't have a beginning, he doesn't have an end. He is a God who transcends the boundaries that we humans have in terms of time, space, and our physical laws. He is a God who exists in his creation but also beyond the created realm. He is the great God, great King above all gods. The next reason he gives is a God who created and who sustains the universe, the depths of the places of the earth, the heights of the hills, the sea. His hands form the dry land. He is a God who created not only the universe, but he is a God who created us. Therefore, in verse 3, 4, 5, we see specific reasons as to we also, the God who created us, is a great King, he is a great God, great King above all gods. Therefore, we ought to worship him. He is the one who created and sustains his creation. And verse 6 and 7, we see the attitude that a worshipper ought to have when a child of God comes into the presence of the Lord to worship. This is not just a physical posture, but the posture of our spirit this morning when we come to worship our Creator, our Redeemer. He is not just our Creator, he is our Redeemer. It says that let us bow down, let us kneel before the Lord our Maker. That is the attitude that we ought to have this morning when we come into the presence of God and worship Him. An attitude of humility, an attitude of thanksgiving, an attitude of thanksgiving, the attitude of humility that should come in our hearts, knowing well what God has done for us. And we read that in the verse 7, that we are the people of His pasture and the sheep of His hand. Sheep of His hand, we are the sheep under God's care. And this morning the table on the evidence remind that we were not the people of God once. We were not the sheep under God's care. We were the sheep that had gone astray from the fold. We were Gentiles, we were rebels, we were disobedient people, we were children of wrath. We were not the people of God. Thanks be to God this morning that we can say with confidence this morning that He is our God. And the evidence of the table remind us once again
about how it came about to happen. How did this God, who is a holy God, who is the God who created everything, who is a God who is the sovereign God, He who were once rebels, sinners, dead in our sins and trespasses, how is it that He has become our God this morning? It is because He sent His only begotten Son. And we are going to reminds us once again that the body and the blood of our Lord Jesus Christ that was shed freely for us, that God will redeem to Himself a people, His own people. Our Lord Jesus Christ came as a great shepherd. He came as a chief shepherd. He came as a good shepherd. He laid down His life for the sheep. We didn't have any merit of our own. We didn't have any qualification of our own to call Him as our God. But it is His Son, His work on the cross of Calvary that was imputed to us, that qualifies us, that merits us, gives us the merit this morning to be called God's people, to be called sheep in the God's care. May this us as they cross our mind this morning. Help us to unite our hearts and our voices this morning. Truly worship Him in the depths of our hearts. परमेश्वर है और हम उसकी प्रजा, उसकी दासी भेड़ें हैं, क्योंकि है हमारा परमेश्वर है और हम उसकी प्रजा, उसकी राशि भेड़ें हैं। और हम यहोवा के लिए ऊंचे स्वर से गाएं, अपनी मुक्ति की जयकार, जय जयकार करें। Shall we sing song number 74 on Atmiya Geetam? Song number 74 on Atmiya Geetam. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോയുടെ ജീവിക്കുന്ന നാളെല്ലാം ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും കൊണ്ടുനാഥനെ. യേശുമാരാധവൻ, 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 നായത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശുമാരാധവൻ, 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 നായത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. കരുണയെത്രയോ അതിവിശിഷ്ടം സ്നേഹമാശ്രയമേ, തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം സ്നേഹമാശ്രയമേ. എന്നെങ്കിലും എന്നാകങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ, എന്നെങ്കിലും എന്നാകങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശുമാരാധവൻ, 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 നായത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ശൈലിക്കു സഹായകനും കാലഗീതവുമായി
നല്ല വൈദ്യനും ദിവ്യാക്ഷരവുമൻ ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യാക്ഷരവുമൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. അവൻ ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. ശുദ്ധീകരിച്ചെന്നെ സന്നിധിയിൽ നിറുത്തിടുമേ. ശുദ്ധീകരിച്ചെന്നെ സന്നിധിയിൽ നിറുത്തിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ിടുവാനാച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ിടുവാനാച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ജീവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. ജീവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,